ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറി അൺഫിൽറ്റഡ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ കോളേജിനെ കുറിച്ചാണ്. സെബാൻ മേനാക്ക് പൂ വെച്ചു കൊടുത്തതാ. അപ്പം നമ്മുടെ കോളേജിനെ കുറിച്ചാണ് നമ്മ ഇന്ന് പറയാൻ പോണേ. നമ്മുടെ കോളേജ് ഏതാന്ന് പറഞ്ഞു കൊടുക്ക്. ശ്രീനാരായണ ലോ കോളേജ്. ഇച്ചിരി ഉറക്കേ. ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ട. ഓക്കെ, ഞങ്ങൾ അവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കണേണ്. ഫസ്റ്റ് ഇയർ 3 ഇയർ LLBയിൽ ഫസ്റ്റ് ഇയർ. ഇപ്പം സെക്കൻഡ് സെമ്മായി. ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പം സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടിയത് എങ്ങനെയെന്ന് പറയാം. ഞാനും ഇവളും ആക്ച്വലി ഒരേ എൻട്രൻസ് കോച്ചിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു. പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ബന്ധമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനും ഇവളും ഞങ്ങൾ ക്ലാസ് തുടങ്ങണേക്ക് മുമ്പ് തന്നെ ഇവള് എനിക്ക് മെസ്സേജ് അയച്ച് ഇവിടെ കോളേജിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ വെറുതെ എടുത്ത് നോക്കിയപ്പോ എന്റെ അക്കാഡമി പഠിക്കണ കൊച്ചു തന്നെയാണിത്. അപ്പൊ ജസ്റ്റ് മെസ്സേജ് അയച്ച് നോക്കിയപ്പോ അങ്ങനെയാണ് എനിക്ക് ഇവളെ കിട്ടിയത്. ഇനി ഇവളെ കിട്ടിയ കഥ പറയാം. ഇവളെ കിട്ടിയത് ഞങ്ങളിങ്ങനെ അതായത് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരുത്തുന്ന ടൈമിൽ ഫ്രണ്ടിൽ ഒരു 3 റോ കഴിഞ്ഞിട്ട് ഒരു കുട്ടി മാത്രം ഒരു റോയില് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അനാഥ കുട്ടി. അത് കഴിഞ്ഞ് ആ ഒരു റോ കഴിഞ്ഞ് ബാക്കിലേക്ക് ഫുള്ള് ആൾക്കാരുണ്ട്. ഇവക്കടെ റോയിൽ മാത്രം ഒറ്റ മനുഷ്യരില്ല. എന്തോ തോന്നിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചത് കറക്റ്റ് ഇവള് 3-1, അതായത് ഞങ്ങളുടെ തന്നെ ക്ലാസ്സിലേക്ക്. പിന്നെ ഇവളെ കമ്പനിയായി. പിന്നെ ഞങ്ങൾ 3 പേരുമായി. ഗായ്സ്, എനിക്കൊരു തുമ്പിനെ കിട്ടി. കഥ കേൾക്കാൻ വന്ന തുമ്പിയാണ്. പറന്നുപോയി. ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ 4 പേരുണ്ട്. ഭാഗ്യം അവള് നേരത്തെ ക്ലാസ് വിട്ട് അവൾക്ക് നേരത്തെ സിമെന്റ് മിക്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് പോയേക്കണേ. അപ്പൊ അവളെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും ഇവളും ഒരുമിച്ചാണ് ബസ്സിന് തന്നെ. ഇവള് ഇവിടെ അടുത്താണ് ഇവക്കടെ വീട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലേക്ക് ബസ്സിന് വന്നുകൊണ്ടിരിക്കുമ്പോ എനിക്ക് സീറ്റ് കിട്ടാത്തോണ്ട് ഞാൻ ഇവളുടെ അടുത്ത് പോയി ഇരുന്നപ്പോഴാണ് എനിക്ക് ഇവളെ കിട്ടിയത്, ഭാഗ്യത്തിന്. പിന്നെ അതെനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ അറ്റത്ത് ഇരിക്കണ ഇവര് രണ്ടുപേരും കൂടി മുട്ടൻ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആക്ച്വലി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ആ ഒരു വൈബിലാണെന്ന് മനസ്സിലാക്കി പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ. ഞങ്ങളുടെ വൈബല്ല, അവള് ആദ്യത്തെ ദിവസം വന്നതിനപ്പോ ആരും കമ്പനി ഉണ്ടായില്ല, ഒറ്റയ്ക്കിരുന്ന ഫുഡ് കഴിച്ചെന്നുള്ള സെന്റിമെന്റ്സ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്ന്. അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളോട് എന്നാ നമുക്ക് അവളെ കൂട്ടാ. അവളെയും കൂടി ഞങ്ങൾ കൂട്ടി. ഇപ്പൊ ഞങ്ങൾ മൊത്തം 4 പേരുണ്ട്. ഞാൻ, ഇവൾ, ഭാഗ്യത്തിന് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ 4 പേര് മാത്രമല്ല, ഞങ്ങളുടെ ഒരു വലിയ ഗ്യാങ് എന്ന് പറഞ്ഞത് 3 ബോയ്സും കൂടി ഉണ്ട്. അതില് ഫസ്റ്റ് സെബാൻ, അനസ്. അതാണ് നമ്മുടെ സെബാൻ. കണ്ട മീനെ നോക്കി ഇൻവെർട്ടർ പുഴയിലേക്ക് നോക്കിയിരിക്കുന്ന ഇൻവെർട്ടർ. സെബാനെ ഹായ് പറയൂ. ഓക്കെ, അപ്പൊ സെബാൻ, അനസ്, പ്രണവ് ഇവര് 3 പേരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ച് ഒരേപോലെ വന്നതാ. അതിന്റെ ഒരു കഥയുണ്ട്. അതായത് ഈ പ്രണവിനാണ് LLB എടുക്കാൻ താല്പര്യം. ഇവർക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവൻ മെറിറ്റിൽ കയറി, അവൻ മാനേജ്മെന്റിൽ കയറി. അതാണ് വേറൊരു കഥ. ഇവര് എവിടെ പോയാലും 3 പേരും ഒരുമിച്ചാ. എന്നിട്ട് ഇവര് ഫസ്റ്റ് ഡേ ഞങ്ങളെ പരിചയപ്പെടാൻ വന്നപ്പോ എല്ലാവരും ഓക്കെ ആയിരുന്നു. പക്ഷെ സെബാൻ എന്ന് പറഞ്ഞ നാറി കണ്ടല്ലേ, എല്ലാവരും ഓക്കെയാണ്. അവിടെ വെച്ച് നീ കേട്ടേതോട്ടാ, എല്ലാവരും ഓക്കെ ആയിരുന്നു. പക്ഷെ സെബാൻ മാത്രം എന്തോ ഒരു ഭയങ്കര ജാടുള്ള പോലെ, ഒന്നും വിട്ട് സംസാരിക്കാനുള്ള ഭയങ്കര ഒരു പിടുത്തം പോലെ. പക്ഷേ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻ അവനാണെന്ന് മനസ്സിലായത്. അല്ല, അവൻ മാത്രമല്ല, ഇവര് ഇങ്ങനെ മത്സരിക്കുകയാണ് കൂട്ടത്തിൽ പൊട്ടന്മാരാരാണെന്ന് ഉള്ള ഒരു കോമ്പറ്റീഷനിലാണ് ഇവര് 3 പേരും. അതായത് ഞങ്ങൾക്ക് പറ്റിയ കൂട്ടാണ്. ഇനി കോളേജിന്റെ കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾ ഒരു പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്ന കോളേജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ശ്രീനാരായണ ലോ കോളേജ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇവര് നമ്പർ 1 ആണെന്ന് തന്നെ പറയാം. അത്രയും സ്കൂളിൽ പിള്ളേരെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ അതിനും ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നല്ല സെറ്റാക്കും. ഇനിയിപ്പോ ക്യാമ്പസ് നോക്കിയിട്ടാ വന്നെങ്കിൽ ശ്രീനാരായണ ലോ കോളേജ് കേറേ വേണ്ട. കാരണം ഒരു തെങ്ങ് പോലുമില്ല മരം എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ല. ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ ഗായ്സ്. അതും ഈ പൊരി വെയിലത്ത് നമുക്ക് ഓപ്പൺ ജിം ചെയ്യാം.
പക്ഷെ പഠിക്കാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യം നമ്മ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. പക്ഷേ ഈ കോളേജാണ് ബെസ്റ്റ്. എല്ലാ വർഷവും റാങ്കുള്ള കോളേജാണ് ഞങ്ങളുടെ കോളേജ്. നല്ല ക്യാൻറ്റീൻ ഉണ്ട്, നല്ല ഫുഡ് കിട്ടും. ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ PGയും കാര്യങ്ങളുണ്ട്. ദൂരത്തു നിന്നുള്ളവരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവരവിടെ നിന്നിട്ടാ പഠിത്തവും കാര്യങ്ങളെല്ലാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടും, അപ്പം വീട്ടിൽ പോകാമല്ലോ. പിന്നെ ഞങ്ങളുടെയൊക്കെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ കാടെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി കോളേജിൽ വരുന്നു, പഠിക്കുന്നു. 2 മണിക്കൂർ എടുക്കും ഞങ്ങൾക്ക് കോളേജിലെത്താൻ. പക്ഷേ അത് വേർത്താണ്. ക്ലാസ്സിലിരുന്നാൽ നമ്മ എന്തോരം സംസാരിച്ചിരിക്കണമെങ്കിൽ പോലും അവരെന്താ പഠിപ്പിക്കണേന്ന് നമ്മുടെ തലയിൽ അവർ കയറ്റി തരും. അത് നമുക്ക് എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ലോണം പഠിപ്പിക്കും ഇവിടെ. അതുമല്ല നല്ല ടീച്ചേഴ്സാണ്, നല്ല കമ്പനി മൈൻഡ് ടീച്ചേഴ്സാണ്. വർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. എക്സെപ്റ്റ് 1. അത് മേനെ വേറെ ആരും ഉദ്ദേശിച്ച് പറഞ്ഞ. ഇപ്പൊ ടീച്ചേഴ്സിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലവും. നല്ല ഭംഗിയാണ്. ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ വന്ന് കണ്ടുപിടിച്ചായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും വന്നതാണ്. നല്ല പുഴയും പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് പണ്ടത്തെ ടൈപ്പ് ഒരു പാലമാണത്. കണ്ട ഒരു പാലം, നല്ല ഭംഗിയാണ്. കോളേജും അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇവിടെ എന്താ എറണാകുളം ജില്ലയിൽ തന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റ് സെന്റർ അതുപോലെയല്ല. കൊച്ചി ലൈഫ് ആഘോഷിക്കാൻ വന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഇത് ഉള്ളിലേക്കുള്ള ഒരു ഏരിയയാണ് പൂത്തോട്ട എന്ന് പറയുന്നത്. പൂത്തോട്ട ഇവിടെ ഈ പൂത്തോട്ട ഈ ലോ കോളേജ് ഉള്ളതെന്ന് പറയുന്നത് കോട്ടയത്തിന്റെ ആ ഒരു എന്താ ബോർഡറിലായിട്ടാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞ്, അതായത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് കോട്ടയം ഡിസ്ട്രിക്റ്റ് എത്തി നമ്മൾ. അതേപോലെ തന്നെ ഇവിടെ മറ്റേ ബോട്ട് വഴി ആലപ്പുഴയിലേക്കും. ഉള്ളിലേക്ക് ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലവും. അധികം നണ്ടിനെ പിടിച്ചു ഞണ്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഞണ്ടുണ്ടെന്ന്. കണ്ട എത്ര ഞണ്ടുകൾ. സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചെറിയൊരു പാലം, നല്ല ഭംഗിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സെറ്റപ്പാണ്. ഈ പാലം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വഞ്ചിയൊക്കെ ഇട്ട് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിലും വെള്ളമാണ്, ഫ്രണ്ടിലും വെള്ളമാണ്. മേനെ സബാനും ദേ അതുവഴി കടക്കണ്. അവർ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലാണ്. വെള്ളവും ചെളിയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. സബാന് നീന്താൻ അറിയാൻ പാടില്ലാത്ത കാരണം അവർ ആ ഒരു ഇത് നിർത്തി വെച്ചിട്ട് തിരിച്ചു പോന്നെ. അവിടെ ക്ലാസ്സിൽ ഇടയ്ക്ക് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്താടിക്ക മീൻ നമ്മുടെ കാലിൽ കൊത്തി തരും. അത് നമുക്ക് ഇപ്പൊ മേനക്കണ്ട. പക്ഷേ മേനയുടെ കാലിൽ ഒറ്റ മീൻ പോലും വന്നില്ല. അതാണ് ഗൈസ് സത്യം. ചില സമയത്ത് ഈ വഴി കൂടി ഈ പാലത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വഞ്ചിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പോണാണ്. ആ എൻഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും നമ്മ ഓരോരോ പിക്ചേഴ്സിലൊക്കെ കണ്ടേക്കണ പോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് എന്നിട്ട് നടുക്കി കൂടി ഇങ്ങനെ വഞ്ചിയിൽ പോണ്. ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. നല്ലതാണ്. വേണേയും ഒരു അതിമനോഹരമായൊരു ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ അവർ പാലത്തിന്റെ മേളിൽ കൂടി തെങ്ങിന്റെ മേളിൽ കൂടി അവരപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നതാണ്. താഴത്ത് വെള്ളം ഉണ്ടോ കണ്ടല്ലോ. അങ്ങനെ മേന അതിമനോഹരമായി അത് കടക്കാൻ പോവുകയാണ്. ഇനി 2 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മേന അപ്പുറത്തേക്ക് ചാടും. പാമ്പുണ്ട്, ഞണ്ടുണ്ട്, എല്ലാം ഉണ്ട്. മേന ചാടി ഗൈസ്. ഇനി സെബാൻ ഞാൻ പോണില്ല, എന്തിനാ വെറുതെ തെങ്ങിനൊരു പണി. അങ്ങനെ സെബാനും കടന്നിരിക്കുകയാണ്. ഇനി അവരെങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നേന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. അപ്പം ഞങ്ങൾ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാൻ പോണേ. ബൈ ഗൈസ്, സീ ഇൻ അനദർ വ്ലോഗ്. അപ്പം ആർക്കെങ്കിലും ഇനിയും കോളേജിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയണമേ കമന്റ് ബിലോ.